വിശുദ്ധിയുടെയും പാണ്ഡിത്യത്തിന്റെയും പക്വമായ നേതൃഗുണത്തിന്റെയും നിറകുടം മുസ്ലിം കൈരളിയുടെ വരദാനം മുൻഗാമികളായ സാത്വികരുടെ പാത പൂർണ്ണമായി പിൻപറ്റിയ ആത്മാർത്ഥതയുടെയും നിറജ്ഞാനത്തിന്റെയും ഉദാത്ത മാതൃക സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഐതിഹാസികമായ 85ാം വാർഷിക സമാപന മഹാസമ്മേളനത്തിന്റെയും അധ്യക്ഷൻ പ്രൊവിൻഷ്യൽ ഉലമ കാളമ്പാടി ഉസ്താദ് അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ സാദരം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളവറുകളെ, ചെറുശ്ശേരി സൈനുദ്ദീൻ അവറുകളെ, മറ്റു സ്റ്റേജിമേലുള്ളതായിരിക്കുന്ന ഉലമാക്കളെ, ഉമറാക്കളെ, സദസ്യരായിരിക്കുന്ന മഹാന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ 85ാം വാർഷിക യോഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് ചെന്ന അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. മുമ്പൊരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ചതായിരിക്കുന്ന സ്വഹാബാക്കൾ, മഹാന്മാരായിരിക്കുന്ന ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് കുടുംബമില്ല, വീടില്ല, സന്താനങ്ങളെ നോക്കണില്ല, ഈ നിലക്ക് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മാത്രം ജിഹാദ് ചെയ്ത് കെട്ടിപ്പടുത്തുണ്ടാക്കിയ സംഘടനയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഈ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ യഇശിൻകും മിൻ ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ അള്ളു അലൈഹാ ബിന്നവാജിദ്. എൻ്റെ പിറകെ നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, മായ വ്യത്യാസങ്ങൾ, പല വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് പല വ്യത്യാസപ്പെട്ടതായിരിക്കുന്ന പാർട്ടികളെ അങ്ങനെ കണ്ടുവരുമ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ഖുലഫാഉ റാഷിദീങ്ങളുടെ നടപടിക്രമം ഇത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅള്ളു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകളെ കൊണ്ടിട്ട് അത് കടിച്ചു പിടിക്കണം. മരം ഭരിക്കുന്ന ആനകൾക്കുണ്ട് ാൽ ആ മരത്തിന് കയറ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കോട്ടുവല്ലുകളെ കൊണ്ട് കടിച്ചു വലിക്കുന്നത് പോലെ വഅള്ളു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ടിട്ട് മുറുകെ പിടിക്കണം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശിച്ചു. ആ ഉപദേശത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ വളരെയധികം കുഴപ്പങ്ങളും ഫിത്നകളും ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും പലതും ഉടലെടുത്തിട്ടുണ്ട്. ഈ ഉടലെടുത്ത് ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ, ബഹുമാനപ്പെട്ട 4 ഖലീഫന്മാരുടെ സുന്നത്തുകൾ
മുറുകെ പിടിക്കണമെന്നാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഖുലഫാഇന്റെ കാലത്തും കേൾക്കാത്തതുമായ പല പ്രസ്ഥാനങ്ങൾ ഇവിടെ കേരളത്തിൽ ഉത്ഭവിച്ചത്. കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വാഗത പ്രസംഗത്തിൽ കേൾക്കാൻ കഴിഞ്ഞു. പല ജാതി ഭിന്നിപ്പുകളും ഓരോ മഹല്ലത്തുകളിലും സമുദായത്തിനെ തമ്മിൽ തല്ലിച്ച് സ്റ്റേഷനിലും മറ്റും കൊണ്ടേ ഏൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊക്കിയുകൊണ്ട് ഉത്ഭവിച്ചിരിക്കുന്നു. ഇതൊന്നും തലടാതെ കണ്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടക്കുന്ന ആശ്രയത്തിനോട് പദ്ധതിയോട് പരിപൂർണമായി യോജിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ നല്ല കട്ടറപ്പോടുകൂടെ തെരുമാറാവട്ടെ. 5 നേരത്തെ നമസ്കാരത്തിൽ യഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ഈ ആയത്ത് ഒരു ദിവസം 5 പ്രാവശ്യത്തെ നിസ്കാരത്തിൽ ഓരോ റക്അത്തുകളിലും സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധം. 17 പ്രാവശ്യം മുസ്ലിമായ മനുഷ്യൻ ഈ ആയത്ത് ഓതുന്നുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ശരിയായ മാർഗത്തിലേക്ക് പടച്ചവനെ ഞങ്ങളെനിക്ക് നേർവഴിയാക്കുക. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തു കൊടുത്തതായിരിക്കുന്ന ആ മഹാന്മാരുടെ വഴിയാക്ക് എന്ന് 17 പ്രാവശ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ. എന്തിനാണതിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും യഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേർവഴിയാക്കുക എന്നാ പറയുന്നത്. ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ യഹ്ദിനി, എന്നെ നേർവഴിയാക്കുക എന്ന് അവിടെ പറയണില്ല. അത് പരിശുദ്ധപ്പെടുത്തല. ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും കൂട്ടമായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ ഞങ്ങളെ നേർവഴിയാക്കുക എന്നാണ് ഓരോ ആണുങ്ങളും പറയുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായിരിക്കുന്ന ആരിഫീങ്ങൾ ഭൂമിയിൽ സദാസമയത്തും ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മഹന്മാരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടതായിരിക്കുന്ന എന്നെ, എന്റെ പ്രവർത്തനം നീ അംഗീകരിക്കണം പടച്ചവന്. അവരുടെ കൂട്ടത്തിൽ എന്നെ ഇതിൽ ഉൾപ്പെടുത്തണം. ഇതാണ് സാക്ഷാൽ ഈ സൂറത്ത് ഓതി ദ്വാരക്കുന്നതിൻ്റെ ഉദ്ദേശം. അവിടെ ഏകനാണോ കൂട്ടമാണോ എന്ന് നോക്കണില്ല. ഓരോരുത്തരും പറയുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നാണ്. വെറ്റില കച്ചവടം ചെയ്യുന്ന മുറുകിയിൽ ചെന്നാൽ കാണും, വെറ്റില പാക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ പുറം നോക്കിയാൽ മുഴുവൻ വെറ്റിലെ. ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് നോക്കിയാൽ ഉള്ളിൽ ചെറിയതുണ്ടാവും. ഈ വലിയ വെറ്റിലന്റെ വിലയാണല്ലോ ആ ചെറിയ വെറ്റിലക്കും കണക്കാക്കിയിട്ടുള്ളത്. അതും അതിൻ്റെ കൂട്ടത്തിലാണ് പോവുക. ഇതേ ക്രമത്തിൽ പാവപ്പെട്ടതായിരിക്കുന്ന ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ യഹ്ദിന സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നേർവഴിയാക്ക്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഇജ്ജ് അനുഗ്രഹം ചെയ്തു കൊടുത്ത മഹന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നേർവഴിയാക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും ആ മഹത്തുക്കളുടെ ശഫാഅത്ത് ബറക്കത്ത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും രക്ഷ നൽകണം എന്നാണ് സൂറത്തുൽ ഫാത്തിഹയിലെ ചെറിയൊരു ഉള്ളടക്കം. കൂടുതൽ വിശദീകരണമല്ല. ഈ നിലയിൽ ബഹുമാനപ്പെട്ട മുസൽമാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ കഴിഞ്ഞു പോയതായിരിക്കുന്ന മഹന്മാരെയും നിലവിലുള്ള മഹന്മാരെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ ദുആ നമസ്കാരം നിറവേറ്റും. ഓരോ നമസ്കാരത്തിലും ഇത് പറയുന്നുണ്ട്.
ളുഹുർ നമസ്കാരത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അസറിന്റെ ഇടയിൽ കുറഞ്ഞ ടൈമേ ഉള്ളൂ. ഇങ്ങനെ 5 നമസ്കാരത്തിലും പറയുന്നുണ്ട്. അതെന്താ? ഓരോ നമസ്കാരവും കഴിഞ്ഞാൽ പിറ്റേ നമസ്കാരത്തിന്റെ ഇടയിൽ പിശാചുകളെ പിടിച്ചങ്ങാണ്ട് സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ നിന്ന് തെറ്റിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. ആ തെറ്റിക്കുന്ന തെറ്റലിൽ പെടരുത്. ഈത്തുൽ ഫാത്തിഹിന്റെ തത്വം ഏതൊരു മനുഷ്യനാണെങ്കിലും മുസ്തഖീമായ വഴിയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ലഡുവും ബലും നിന്നിട്ട് ശൈത്താന്മാരാ മുസ്ലിമായ മനുഷ്യനെ യർത്ഥത്തിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തെറ്റിപ്പിക്കുക. ഈ പിശാചുകള് ത്തിലുള്ള പിശാചുകളുമുണ്ട്, ശൈത്താന്മാരുടെ കൂട്ടത്തിലുള്ള പിശാചുകളുമുണ്ട്. ഏത് ജാതിയാണ് മനുഷ്യനെ പിടിച്ച് വലിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതിനാൽ 5 തരത്തിലും ഈ മുസ്തഖീം എന്ന സിറാത്തുൽ ഇജ് അനുഗ്രഹം ചെയ്തു കൊടുത്ത മഹന്മാരുടെ വഴിയിലേക്ക് ഞങ്ങൾ ഇത് നേർവഴിയാക്കണേ എന്നുള്ളതായിരിക്കുന്ന ദുആ പഠിപ്പിച്ചത്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൽ പല ജാതി കുഴപ്പങ്ങളും പല ജാതി ഭിന്നിപ്പുകളും ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ കേൾക്കാൻ സാധിച്ചു. തറാവീഹിനെ കെട്ടാക്കുക, വെള്ളിയാഴ്ച പരിശുദ്ധമായ മിമ്പറയിൽ വെച്ചിട്ട് ജനങ്ങൾക്ക് തിരിണ ഭാഷയിൽ പ്രസംഗിക്കുക, ഇങ്ങനെ തുടങ്ങിയതായിരിക്കുന്ന പല കാര്യങ്ങളും ഇതിനൊക്കെ ബഹുന സമയ അതാത് സമയത്ത് വളരെയധികം ആഴമായി ചിന്തിച്ച് അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ശരിക്കും മനസ്സിലാക്കി പൊതുജനങ്ങളായ ജനങ്ങൾക്ക് വിവരം കൊടുക്കും. ഇഞ്ഞതിഞ്ഞത് തെറ്റാണ്, അതിൽ പെടരുത്. ഇത് അംഗീകരിച്ചതായിരിക്കുന്ന മഹന്മാരായ മഹല്ലത്തുകാരാണ് ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ജാതി സംഭവങ്ങളിലും സമസ്ത തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു ഖുതുബ പരിഭാഷ മാത്രമല്ല, തറാവീഹ് മാത്രമല്ല, പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കയറ്റിക്കൊണ്ടുപോവുക, 5 നേരത്തെ നമസ്കാരത്തിനും ജുമാഅക്കും ഈ വക പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ ഇവിടെ ഉത്ഭവിച്ചു. അതൊക്കെ അതാത് സമയത്ത് സമസ്ത കേരള പൊതുജനങ്ങൾക്ക് ഇത് തെറ്റാണ്, ഇത് പിന്മാറണം, അതിനോടനുസരിക്കരുത് എന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അവസാന കാലം വന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹത്തിലുള്ള അജിസാകൾ, അവിടെ ഉടുവടയായിട്ട് ധരിച്ച വസ്ത്രങ്ങൾ, അവിടെ ഉപയോഗിച്ച മെതേടികൾ, കൊണ്ടു നടന്ന വടികൾ, സർവ്വസാധനങ്ങളും ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങളുടെ കൈവശത്തിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് ബഹുമാനമുണ്ട്, അതിനിക്ക് പുണ്യമുണ്ട്, അത് ബർക്കത്തെടുക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന ഘട്ടത്തിൽ ഹജ്ജത്തുൽ വദാഇൽ മുടി കളയിപ്പിച്ചു. മഹാനായിരിക്കുന്ന അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു സഹാബാക്കൾക്ക് ആ മുടി വിതരണം ചെയ്തു കൊടുക്കാൻ. ഇങ്ങനെ സംഭവം ബുഖാരി മുസ്ലിം പോലത്തെ ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മുടി കൈവശം വെച്ചതായിരിക്കുകൾ ലോകത്ത് ആ കാലത്ത് പലവരുമുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ കാണുന്നത് അവർ മരണപ്പെട്ടു പോകുന്ന നേരത്ത് കഫംപടയിൽ അവരെ കൈവശത്തിലുള്ള മുടി വെച്ചിങ്ങാണ്ട് കബറടക്കം ചെയ്യൂ എന്നാണ്. ഏതെങ്കിലും ആവട്ടെ, ഈ കാലം വരെ അങ്ങനെ ബഹുമാനപ്പെട്ട നബിയുടെ ദേഹത്തിലുള്ള ഒരു മുടി എവിടെയും പ്രത്യക്ഷപ്പെടാതെ ഇപ്പൊ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒരു മുടിക്കെട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെ സംബന്ധിച്ച് പല ഭാഗത്തിൽ നിന്നും പല ധ്വനികളും ചോദ്യങ്ങളും, എവിടെ നിന്നാലും ഫോണാണ്, ഫോണിൽ വിളിച്ചു ചോദിക്കുക. എവിടുന്നാ ചോദിക്കുന്നത്? മലപ്പുറത്തുള്ള ആള് തന്നെയാണ് ചോദിക്കുന്നത്. എവിടുന്നാന്ന് ചോദിച്ചാൽ ദുബായിൽ നിന്നാണ്, മക്കത്തു നിന്നാണ്, മസ്കത്തു നിന്നാണ്.